ചെലവഴിച്ചുവെന്ന് നാട്ടുകാർ കേൾക്കുമ്പോൾ 390 പാവപ്പെട്ട ലൈഫ് മിഷൻ വീടുകാർക്ക് വീട് വെക്കാത്ത പണമാണ്. വയനാട്ടിലെ ഒരു 5ാം ക്ലാസ്സുകാരി ക്ലാസ് റൂമിന്റെ അകത്ത് പാമ്പ് കടി ഏൽക്കാൻ കാരണം ആ തറയിലെ പൊട്ടലിൽ സിമന്റ് വാരി തയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് പണമില്ലാത്തത് കൊണ്ടാണെന്നുള്ള രീതിയിലുള്ള സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ മുന്നോട്ട് നയിച്ചത്. അപ്പോഴാണ് ഇവർ തെരഞ്ഞെടുപ്പായപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയുടെ പടവും വെച്ചിട്ട് കേരളം മുഴുവൻ 50 മീറ്റർ ദൂരത്തിൽ ഫ്ലെക്സ് അടിച്ചു വെച്ചത്. കേരളത്തില് ഇവർ പറയുന്നില്ലേ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ബഹളാന്ന്. ഞങ്ങൾക്ക് ഭരണം കിട്ടും, ഞങ്ങളുടെ പാർട്ടിയിൽ മുഖ്യമന്ത്രി ആകാനായിട്ട് കൂടുതൽ ആളുകളുണ്ട് യോഗ്യരായിട്ട്, ജനാധിപത്യ സംവിധാനമായതുകൊണ്ട് അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയും. നിങ്ങൾ ഒരു മുഖ്യമന്ത്രിയിലേക്ക് നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും അങ്ങനെ തന്നെ അടിയാറവ് വെച്ച് മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുക്കപ്പെട്ടത് കൊണ്ടാണ് LDF പരമ പരാജയം ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അതാ. അപ്പുറത്ത് പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ പ്രചരണം മുന്നോട്ട് പോകും തോറും ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. MP ഗോവിന്ദനും പിണറായി വിജയനും നയിക്കുന്ന ആ മുന്നണി പരമ പരാജയം ഏറ്റുവാങ്ങും എന്നുള്ളത് സഖാക്കന്മാർ തന്നെ സ്വകാര്യമായി ഞങ്ങളോട് പങ്കുവെക്കുന്ന കാര്യമാണ്. കേരളത്തിലെ എത്രയോ സഖാക്കന്മാർ, MP ഗോവിന്ദൻ പറയുന്നത് സഖാക്കന്മാർക്ക് പോലും മനസ്സിലാകാത്ത താത്വിക അവലോകനമാണെന്ന് പറയുന്നത്. കേരളത്തിൽ CPMന്റെ പല നേതാക്കന്മാരെയും നമ്മൾ വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും കാണുന്ന ആളുകളാണ്. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യം പറഞ്ഞ എത്രയോ നേതാക്കന്മാർ നമ്മൾ ബഹുമാനത്തോടെ, പ്രതിപക്ഷ ബഹുമാനത്തോടെ കാണുന്ന ആളുകളുണ്ട്. MP ഗോവിന്ദൻ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളിൽ സഖാക്കന്മാർക്ക് തൃപ്തികരമായിരുന്നോ? അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇനി അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ പരാജയപ്പെട്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടത്? ഇവർ വലിയ നേട്ടങ്ങൾ ഉണ്ടായി, ഇവർ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ അവതരിപ്പിച്ച പ്രോഗ്രസ് കാർഡിൽ മാർക്ക് എഴുതിയത് ഇവർ തന്നെ, ഒപ്പിട്ടത് ഇവർ തന്നെ, അത് മികച്ചതാണെന്ന് പറയുന്നത് ഇവർ തന്നെ.